നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് 3 ചെയർമാൻമാരെ നൽകിയ വാർഡാണ് 31ാം വാർഡ്. ഈ വാർഡിൽ നിന്നാണ് 3ാം തവണയും LDF സ്ഥാനാർത്ഥിയായി രാമകൃഷ്ണൻ ജനവിധി തേടുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് 3 ചെയർമാൻമാരെ നൽകിയ വാർഡാണ് 31ാം വാർഡ്. ഈ വാർഡിൽ നിന്നാണ് 3ാം തവണയും LDF സ്ഥാനാർത്ഥിയായി രാമകൃഷ്ണൻ ജനവിധി തേടുന്നത്. ഏറെക്കാലമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വാർഡാണിത്. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ വാർഡിലേക്ക് എത്തിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFനെ ജനങ്ങൾ വിജയിപ്പിക്കുന്നതെന്നും ഇത് തന്നെയാണ് വിജയപ്രതീക്ഷ ഉയർത്തുന്നതെന്നും LDF സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ പറഞ്ഞു. 95 നഗരസഭ രൂപീകരിച്ച് ആദ്യം നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ വാർഡിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ ഇതുവരെ വിശ്വാസത്തിലെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വാർഡിലെ സമഗ്ര വികസനത്തിന് ഈ വാർഡിൽ ജനപ്രതിനിധികളായി പ്രവർത്തിച്ച എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ആദ്യഘട്ട പ്രചരണവും വാർഡ് കൺവെൻഷനും പൂർത്തിയാക്കി കുടുംബയോഗങ്ങളും മറ്റ് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു വട്ടം സ്ഥാനാർത്ഥി പര്യടനം എന്ന നിലയ്ക്ക് എല്ലാ വീടുകളും കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞു. ഞങ്ങളുടെ വാർഡ് കൺവെൻഷൻ പൂർത്തിയായി. ഇനിയിപ്പോൾ ഓരോ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കുടുംബയോഗങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മുതൽ അത് ആരംഭിക്കും. അങ്ങനെ പരമാവധി ജനങ്ങളിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും വിശിഷ്യ ഒറ്റപ്പാലം നഗരസഭ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വലിയ പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ട്. തന്റെ 40 വർഷത്തെ പൊതുപ്രവർത്തനവും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. കാരണം ഈ വാർഡിൽ ഒരു 10-40 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം എന്നൊക്കെ ഉള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളതല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ സുപരിചിതനാണ്. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെയോ മുഖവരിയുടെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എല്ലാവരെയും നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വാർഡാണിത് ജനങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് അതൊക്കെ തന്നെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ജാനകി ദേവി പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയുടെ സമഗ്ര വികസനത്തിന് ഭാഗമായി 29ാം വാർഡിലും നല്ല വികസനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷം വീട് കോളനി, കളത്തിപ്പറമ്പ് കോളനി, അങ്ങനെ ആളുകളുടെ ലൈഫ് വീടുകൾ പണി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവരുടെ ഭവന പുനരുദ്ധാരണത്തിന് തുക കൊടുത്തത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 7 പേരെ നമ്മൾ അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും കിറ്റ് കൊടുക്കാനും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയും. അതുമാത്രമല്ല, എല്ലാ തരത്തിലുള്ള സമഗ്ര വികസനത്തിന് നമുക്ക് 29ാം വാർഡിൽ ഒറ്റപ്പാലം നഗരസഭയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു.